ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ലവ് സ്റ്റോറിയുമായിട്ടാണ്. ജിജോയെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. +1 +2 ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ജിജോ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാനിങ്ങ് ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടം വരാൻ തുടങ്ങി. കാരണം അത്ര നാള് നല്ല കൂട്ടായിട്ടിരുന്ന ഒരാളെ പെട്ടെന്ന് ലൈഫിൽ നിന്ന് ഞാനായിട്ട് അവോയ്ഡ് ചെയ്യാണല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് ഇത്തിരി സങ്കടം വന്നു. ഞാൻ അൺബ്ലോക്ക് ചെയ്തു. പക്ഷെ മിണ്ടത്തില്ലായിരുന്നു. തിരിച്ച് എനിക്ക് എന്നും മെസ്സേജ് അയക്കും. പക്ഷെ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ആരാ അപ്പം എന്താണേലും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നി, വൈ നോട്ട് ഇത്രയും സൽസ്വഭാവിയും സൂക്ഷ്മസുന്ദരനുമായ ഒരു ചെറുക്കനെ വൈ ഷുഡ് ഐ നെഗ്ലക്റ്റ്? ഞാൻ ഒറ്റ മെസ്സേജ് അയച്ചു, എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അന്ന് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പ്രണയം പൂവിട്ടപ്പോൾ മനസ്സിലാക്കിയ വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നാണം എന്നൊരു വികാരവും കൂടെ. എന്താ വേണേലും അന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കിടന്നുറങ്ങി. പക്ഷെ വെളുപ്പിന് ഒരു 4-4:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. എൻ്റെ വീട്ടുകാരെ ഞാൻ പറ്റിക്കുവാണോ, എൻ്റെ വീട്ടുകാരെ ഞാൻ വിഷമിപ്പിക്കുവോ എന്നൊക്കെ ഓർത്തിട്ട് ഞാനപ്പം രാവിലെ തന്നെ ജിജുവിക്ക് മെസ്സേജ് അയച്ചു, നോ. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെ അമ്മയാണ്. അവര് ഞാൻ കാരണം ഇനിയും വിഷമിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജിജോ തിരിച്ചു പറഞ്ഞു, നമ്മുടെ 10 വർഷം പ്രേമിച്ചു എന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും നമ്മൾ കാരണം വിഷമിക്കുന്ന ഒരു സ്റ്റേജ് വന്നാൽ നമ്മളിത് അവിടെ നിർത്തും. അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ നവംബർ കാലത്ത് ഞങ്ങളുടെ പ്രണയം പിന്നത് കുലച്ചു വന്തലിച്ചു. ടു ബി ഓണസ്റ്റ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രണയകാലത്ത് ഒറ്റയൊരു നിർബന്ധമുണ്ടായിരുന്നു, ഒരിക്കലും അവിടെയുടെയും പൊടിപിടിച്ച ഫാനിപ്പേരനെ നാം കെട്ടുന്നത് പോലെ കറങ്ങി നടന്ന എൻ്റെ അപ്പനെയും അമ്മയും നാം കെടുത്തരുത്, നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ സമയം വരെ എൻ്റെ അപ്പനെയോ അമ്മയോ ഒരു നാട്ടുകാരും വിളിച്ച് മോളെ അവിടെ വെച്ച് കണ്ടെന്നോ ഇവിടെ വെച്ച് കണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ നഴ്സിംഗും ജിജോയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പോളിടെക്നിക് ആയിരുന്നു. അല്ലാതെ അവൻ CS പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ചെയ്തത് പോളിയായിരുന്നു, മെക്കാനിക്കൽ. ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇത് അപ്പനോടൊന്ന് അവതരിപ്പിക്കണം എന്നിങ്ങനെ വിതുമ്പി നിന്നിയൊരു സമയത്താണ് ഒരു 4 മണിക്ക് ഇടുത്തി വെട്ടിയ പോലെ എൻ്റെ അപ്പൻ്റെ വായിൽ നിന്നൊരു ഡയലോഗ് വരുന്നത്. ഞാൻ അപ്പൻ്റെ കാല് നീക്കിക്കൊടുത്ത് ഇന്ന് സോപ്പിട്ട എനിക്ക് ലൈനുണ്ട് എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അപ്പൻ ഇങ്ങോട്ട് പറയുവാണ്, കുല്ലാതെ കെട്ടിക്കുമ്പം മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുത്തനെയും കൂടെ കെട്ടിക്കത്തുള്ളെന്ന്. എൻ്റെ പ്ലാനിങ്ങുകൾ മൊത്തം അവിടെ എപ്പോഴേ തീർന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പ്രണയം പലക്കി പിടിച്ചല്ലോ. ആരെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സ്റ്റേജായി. അപ്പം ഞാനിപ്പോൾ എൻ്റെ മെഡിക്കലിനല്ലാത്തവർക്ക് എന്നാ കുഴപ്പം, അതെന്നാ കുഴപ്പം, ഞാൻ പഠിച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സെറ്റാകുമെന്നൊക്കെ കുറേ ന്യായീകരിച്ചെങ്കിലും അപ്പൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൻ ഈ പറഞ്ഞ സമയത്ത് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിച്ചു.
എനിക്ക് ഡൽഹി ജോലി കിട്ടി. ഞാൻ ഡൽഹി ജോലിക്ക് പോയി. എന്റെ ഫസ്റ്റ് ശമ്പളം വന്നപ്പം ഞാൻ അവനെ ഒരു ഈവനിങ് കോളേജിൽ കൊണ്ട് റേഡിയോളജിക്ക് ചേർത്തു. റേഡിയോളജി മെഡിക്കൽ ആണല്ലോ. അങ്ങനെ അവനെ കൊണ്ട് റേഡിയോളജിക്ക് ചേർത്ത് 3 വർഷം അവൻ റേഡിയോളജി പഠിച്ചു. ആ പഠിക്കുന്ന കാലഘട്ടത്തിലിടയ്ക്ക് ഞാൻ ഉയിറ്റ് പഠിച്ചു. ഉയിറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഉഴപ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായില്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കുന്നു. എനിക്കത് ഒത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പഠിക്കാൻ മഹാ ഉഴപ്പിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഉയിറ്റ് കിട്ടാന്ന് പറയുന്നത് ഒട്ടും എനിക്കറിയില്ല. 1% പോലും ചാൻസ് ഇല്ല. കാരണം നന്നായിട്ട് പഠിക്കുന്ന എനിക്കറിയാം. അതൊരു 4-5 തവണ എഴുത്തും കിട്ടാത്തൊരു സംഭവം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാത്തുള്ളൊരു വലിയ ചലഞ്ചായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓഫ് കോഴ്സ് ഞാനും ജിജോയും ഇഷ്ടമാണെന്ന് പറഞ്ഞ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പോയേക്കുന്ന സ്ഥലം പള്ളിയാണ് പ്രാർത്ഥിക്കാൻ. അപ്പം പ്രാർത്ഥനയില്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തായാലും ദൈവാധീനം കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഉയിറ്റ് എത്തി. വിത്തിൻ 2 months ഞാൻ കയറിപ്പോന്നു. അപ്പോഴും ജിജോ നാട്ടിലെ റേഡിയോളജി പഠിക്കുന്നുണ്ടായിരുന്നു സൈഡ് കൂടെ. അങ്ങനെ ഞാനിവിടെ വന്നു. 2022 ജൂൺ ആയപ്പം ജിജോയ്ക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് അപ്പനോട് പറഞ്ഞു, ഇന്ന പോലെ എനിക്ക് ജിജോ ഇഷ്ടമെന്ന് ചാച്ചാന്ന് പറഞ്ഞു. ജിജോ പൊള്ളി കൂടെ പഠിച്ചൊക്കെയാണ് അപ്പൻ അറിയാൻ. പക്ഷെ അപ്പം പറഞ്ഞു ഇത് നടക്കത്തില്ല. കാരണം അവൻ മെഡിക്കൽ ഫീൽഡല്ല. ഞാൻ പറഞ്ഞു അവനൊരു റേഡിയോഗ്രാഫർ ആണപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പനെ റിജക്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും ഇല്ല. എങ്കിലും എൻ്റെ അപ്പൻ നോ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ അപ്പനെ വീഡിയോ കോൾ ചെയ്തു. പ്ലീസ് കുറേ പറഞ്ഞു. ഞാൻ നന്നായിട്ടും കരഞ്ഞു. അഭിനയമേ അല്ല, ഉള്ളീന്ന് വന്നൊരു കരച്ചിലായിരുന്നു. കാരണം എൻ്റെ ലൈഫ് അവളെ കൊണ്ട് നിന്നു പോകുവാണ്. ആരെ സെലക്ട് ചെയ്യണമെന്നറിയാതെ എന്നുള്ളതിനപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ മനസ്സിൽ തദ്ദേശം പറഞ്ഞു, അവരുടെ വീട്ടുകാരോട് ഒന്ന് കാണാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂണിൽ പോയി. പെരുന്നാൾ കഴിഞ്ഞു. ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ 2023 ഏപ്രിലിൽ ഞങ്ങളുടെ കല്യാണം നടന്നു. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ അടിയടിയും ട്വിസ്റ്റൊക്കെ ഉണ്ടെന്ന് ഓർത്താം. എല്ലാവരും എൻ്റെ ലവ് സ്റ്റോറി ട്യൂഷൻ അല്ല, ഒരു സാധാരണമായിട്ടുള്ള എന്നാൽ ഒരു നല്ല പ്രണയമായിരുന്നു എൻ്റേത്. പ്രണയിക്കുന്നത് തെറ്റാ ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഞാനും പ്രണയിച്ച് കല്യാണം കഴിച്ച വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ പ്രണയം നമ്മുടെ ചുറ്റുമുള്ളവരെയോ വീട്ടുകാരെയോ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ എനിക്കറിയത്തില്ല. കാരണം നമ്മളെ 10-26 വർഷം വളർത്തിയ വീട്ടുകാരെക്കാളും പെട്ടെന്നൊരു ദിവസം കണ്ട് ഒരാൾ വലുതാകണം എന്നുള്ള എനിക്കറിയത്തില്ല ഇത് പറയാം. പക്ഷേ ഒരിക്കലും എനിക്ക് 2 പേരെ വേണമായിരുന്നു. ഒരിക്കലും ഇപ്പം ഞാൻ വീട്ടുകാരെ ഉറപ്പിച്ചോടുകൂടി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതുപോലെ വന്ന് താമസിച്ച് കൊച്ചൊക്കെ ആയിട്ട് താമസിക്കായിരുന്നു. പക്ഷെ എനിക്കെപ്പോഴും എൻ്റെ സർക്കിൾ ഓഫ് കംപ്ലീറ്റ് ആവത്തില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ അപ്പനും അമ്മയും വേണമായിരുന്നു. അതേസമയം ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ജോയെ ഉപേക്ഷിച്ച് വേറൊരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഭാഗ്യം സാറാ ജോൺസൺ എന്നൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പോലും ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. ബിക്കോസ് ഹീസ് മൈ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ പറയത്തില്ല. പണി കഴിഞ്ഞ് വന്നിട്ട് പയറൊക്കെ അരിയാനുള്ളതാണ്. അറേഞ്ച്മാര് ഇവിടെ നടക്കുമോ. അപ്പം അതാണ് അതിൻ്റെ ബെനിഫിറ്റ്.